RSSന്റെ ശതാബ്ദിയോട് അനുബന്ധിച്ച് പ്രത്യേക പരിപാടിയുമായി കേന്ദ്ര സാംസ്കാരിക ടൂറിസം മന്ത്രാലയം RSSന്റെ സേവന പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് ഒക്ടോബർ 1-ന് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിമാരും പങ്കെടുക്കും. എസ് ശ്രീകാന്ത് നൽകും കൂടുതൽ വിവരങ്ങൾ. ശ്രീകാന്ത്. ഒക്ടോബർ 1-2 തീയതികളിലായി രാജ്യമെമ്പാടും വിപുലമായ പരിപാടിയാണ് RSSന്റെ 100ാം വാർഷികവുമായി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒക്ടോബർ 1-ാം തീയതി ഇതാ ഇപ്പോൾ പുറത്തുവരുന്ന വിവരമനുസരിച്ച് കേന്ദ്ര സർക്കാർ വിപുലമായി RSSന്റെ 100ാം വാർഷികം ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് കേന്ദ്ര ടൂറിസം സാംസ്കാരിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രത്യേക പരിപാടി സംഘടിപ്പിക്കുന്നത്. RSSന്റെ സേവന പ്രവർത്തനങ്ങളെ മുൻനിർത്തി ഒക്ടോബർ 1-ന് ഈ പരിപാടി സംഘടിപ്പിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതായത് ദുരന്ത മേഖലകളിൽ, അതോടൊപ്പം തന്നെ പിന്നാക്ക മേഖലകളിൽ, ഒപ്പം തന്നെ രാജ്യം ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ എല്ലാ മേഖലകളിലും RSSന്റെ പ്രവർത്തകർ എത്തി RSSന്റെ പ്രവർത്തകർ അവരുടെ നേതൃത്വത്തിൽ നടത്തിയ സേവന സന്നദ്ധ പ്രവർത്തനങ്ങളെ ആദരിക്കുക, അതുമായി ബന്ധപ്പെട്ട ഒരു ദിനം അത് ആഘോഷിക്കുക എന്നതിൻ്റെ ഭാഗമായാണ് ഈ 100ാം വർഷത്തിൽ ഒക്ടോബർ 1-ന് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. മുഴുവൻ കേന്ദ്രമന്ത്രിമാർക്കും ഇതിനോടകം കേന്ദ്ര ടൂറിസം സാംസ്കാരിക മന്ത്രാലയത്തിന്റെ കത്ത് പോയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖർ ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട വിവരം. പ്രധാനമന്ത്രിയും മുഴുവൻ ക്യാബിനറ്റ് മന്ത്രിമാർക്കും പുറമെ സഹ മന്ത്രിമാരും അതോടൊപ്പം തന്നെ പ്രമുഖരായ ഈ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട പ്രമുഖരായ ആളുകളും ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നാണ് മനസ്സിലാകുന്നത്. ഒരു സംഘടന പിളരാതെ തകരാതെ ഈ രാജ്യത്തിന് വേണ്ടി മാത്രം, രാജ്യ സേവനത്തിന് വേണ്ടി മാത്രം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ ഓർമ്മ, അതിൻ്റെ ആഘോഷം അത് കേന്ദ്ര സർക്കാരും അതിൻ്റെ ഭാഗമായി മാറുകയാണ്. മുൻപ് 1963-ൽ സമാനമായ രീതിയിൽ ഇൻഡിപെൻഡൻസ് ഡേക്ക് RSSനെ റൂട്ട് മാർച്ചിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ജവഹർലാൽ നെഹ്റു. അതിനുശേഷം ഒരു പക്ഷേ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ മുൻകൈയെടുത്ത് നടത്തുന്ന ഒരു പരിപാടി അത് പിന്നീട് നടക്കുന്നത് ഇതാദ്യമായിരിക്കാം. 100 വർഷം തികയുന്ന കാലത്താണ് ഇങ്ങനെയൊരു അംഗീകാരം RSSനെ തേടി എത്തുകയും ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാഗ്പൂരിൽ 2-ാം തീയതി പ്രധാന പരിപാടി നടക്കുന്നുണ്ട്. അത് 100ാം വാർഷികവുമായി ബന്ധപ്പെട്ടാണ്. മുൻ ഉപരാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ് വിജയദശമി പരിപാടിയിൽ പങ്കെടുക്കുന്നത്. പ്രത്യേക അതിഥി, വിശിഷ്ടാതിഥി അദ്ദേഹമാണ്. ജനം TV സമഗ്ര കവറേജ് ഒക്ടോബർ 1-2 തീയതികളിലായി ഒരുക്കിയിട്ടുണ്ട്. നാഗ്പൂരിൽ RSS ആസ്ഥാനത്ത് നിന്നും ഈ 2 ദിവസവും സമ്പൂർണ്ണ കവറേജ് നമ്മുടെ ജനം TV ഒരുക്കിയിട്ടുണ്ട്. അത് പ്രേക്ഷകരിലേക്ക് അവിടുത്തെ വാർത്തകൾ, വിശേഷങ്ങൾ, ലൈവ് പ്രോഗ്രാമുകളെല്ലാം എത്തിക്കുകയും ചെയ്യും. ശരി ശ്രീകാന്ത്.